ഈ ചൂഷണം നടത്താനാണത്രേ ഇവർക്ക് നബിദിന ആഘോഷവും മൗലൂദും കാര്യവും നടത്താനാണത്രേ ബദരീങ്ങൾ ഉണ്ടായത്. എന്തിനാ? ബദരീങ്ങൾ ഉണ്ടായത് ഇവർക്ക് നബിദിനാഘോഷവും അല്ലാത്ത കാര്യങ്ങളും നടത്താനാണ് എന്ന് ഇവർ പറയണ നിങ്ങൾ കേട്ടോളി. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാതെ ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഠിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ ഇവിടെ ബദർ യുദ്ധം നടത്തിയെന്തിന്? ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കിയെന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം. അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം. അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം. ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെങ്കിൽ അബൂജാഹിലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിൽ എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോടിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ലേ? ഈ മുസ്ലിയാർക്ക് കൈമടക്കം കിട്ടണം അല്ലേ സഹോദര? ഓർത്തു നോക്കൂ നിങ്ങൾ. റമദാൻ 17 അന്ന് സന്ധ്യാവേളയിൽ അള്ളാഹുവിന്റെ റസൂൽ റമദാൻ 17 തൊട്ട് മുമ്പത്തെ ദിവസം അള്ളാന്റെ പ്രവാചകൻ പുറപ്പെടുന്ന ഒരു രംഗമുണ്ട് അല്ലേ? എന്താ? ഇതാ ബദ്ർ വരെ നമുക്ക് പോകണം പ്രിയപ്പെട്ടവരെ. നമ്മളെ തകർക്കാൻ മക്കയിൽ, സ്വന്തം നാട്ടിൽ, സ്വന്തം ദേശത്ത് ജീവിക്കുന്ന ഒരു ജനപദം വിശ്വാസത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ബഹിഷ്കരിക്കപ്പെട്ടപ്പോ അവരുടെ എല്ലാം ഒഴിവാക്കിയിട്ട് കയ്യിൽ കിട്ടിയ മാറാപ്പും നുള്ളിപ്പുറക്കിയിട്ട് ചരിത്രത്തിൽ അവർ നടത്തിയ പലായനത്തിന് 1000 കിനാബകളുടെ നിറച്ചാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അഭയാർത്ഥി ക്യാമ്പിൽ എത്തിപ്പെട്ട് ജീവിക്കുമ്പോ അഭയാർത്ഥി ക്യാമ്പിൽ കയറി അതിക്രമിക്കുന്ന വൃത്തികെട്ട സംസ്കാരത്തിന് മക്കയിലെ ദുഷ്ടലാസുകാരായ നേതാക്കന്മാര് തീരുമാനമെടുത്തപ്പോ അള്ളാന്റെ പ്രവാചകൻ അതിനുവേണ്ടി അവരൊരുക്കുന്ന സാമ്പത്തിക വ്യവസ്ഥിതി പൊളിക്കാനായിരുന്നു ബദറിലേക്ക് പോയത്. യുദ്ധത്തിനൊരുങ്ങാതെ പോയ ഒരു സംഘം സഹാബത്ത് നോക്കൂ നിങ്ങൾ. ആ പ്രഭാതത്തിൽ യുദ്ധത്തിനിറങ്ങേണ്ടി വരുന്നു പറഞ്ഞപ്പോ നിങ്ങൾക്കറിയോ, എന്റെ പ്രവാചകന്റെ മനസ്സിനെ മതിച്ച കുറെ ചിന്തകൾ ഉണ്ടായിരുന്നു. ആ ചിന്തകൾ മുഴുവൻ ഈ മുസ്ലിയാക്കന്മാർക്ക് രാത്രിയിൽ വിളക്കൂതിയിട്ട് അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് മൗലൂദ് ഓതാനായിരുന്നു ആ പ്രവാചകന്റെ മനസ്സ് വേദനിച്ചത്. പ്രവാചകൻ മുഹാജിരീങ്ങളെ കാണുന്ന ഒരു രംഗണ്ട്. മുഹാജിരീങ്ങൾ അള്ളാന്റെ പ്രവാചകന് സഹായം ഓഫർ ചെയ്തു. കരഞ്ഞ് കണ്ണ് കലങ്ങിയ ആ റസൂലുള്ളാഹിയോട് അവർ കൊടുത്ത വാക്ക് ചരിത്രത്തിനില്ലേ സഹോദര? നബിയെ, ആരുമില്ലാതെ പുറപ്പെടാനുള്ള ഉത്തരവ് വന്നപ്പോ പുറപ്പെടാൻ സന്നദ്ധരായിരുന്നു ഞങ്ങളെങ്കിൽ ഇതാ പോരാട്ട ഭൂമിയിലേക്ക് പുറപ്പെടുന്ന നിങ്ങളോട് മൂസയുടെ ജനത പറഞ്ഞ മറുപടി പറയാൻ നബിയെ നിങ്ങൾ തയ്യാറല്ല റസൂലേ. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹൗനാ ഖായിദൂൻ. മൂസേ, ചെല്ലേ, ഫലസ്തീനിന്റെ വിമോചന സമരത്തിന് നിന്റെ നാഥനെയും കൂട്ടി, എന്നിട്ട് നീ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വാ എന്ന് പറഞ്ഞ വാചകൻ ഞങ്ങൾ പറയില്ല നബിയെ. നിങ്ങളുടെ കൂടെ പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ ആ നബി അന്ത് പറഞ്ഞത്, അല്ലാഹുവിനെ ശുക്ർ ചെയ്തത്, മുസ്ലിയാക്കന്മാരെ, ഓ തലേകെട്ടുകാരെ, നിങ്ങൾക്ക് മൗലിദ് ആഘോഷിക്കാനും നബിദിനം കൊണ്ടാടാനും നിങ്ങൾക്ക് കൈമടക്കും വാങ്ങാനുമാണെന്ന് പൊതുജനത്തിന്റെ മുന്നിൽ പറയാൻ നിങ്ങൾക്ക് വന്ന മനസ്സെന്താണ് എന്ന ആ ഒരു ചോദ്യം ഈ നാട്ടിലെ നല്ല മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഉന്നയിക്കട്ടെ. നോക്കൂ നിങ്ങൾ, മുഹാജിരീങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് മുഹാജിരീങ്ങൾ അൻസാറുകളോട് ചർച്ച ചെയ്യുമ്പോ അൻസാറുകൾക്ക് മനസ്സിലായി ഞങ്ങൾ നബിയെ സഹായിക്കുമോ എന്ന സംശയം നബിക്കുണ്ട് എന്നവർക്ക് മനസ്സിലായി. കാരണം എന്താണെന്നറിയോ? അൻസാറുകൾ എന്ന മദീനയിൽ നബിക്ക് സഹായം കൊടുത്ത ആളുകൾ നബിയോട് കൊടുത്ത വാക്ക്, മദീനയുടെ 4 അതിർത്തികൾക്കുള്ളിൽ നിങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങളെ സഹായിക്കുമെന്ന വാക്കാണ് കൊടുത്തത്. ബദറാണെങ്കിലോ മദീനക്ക് പുറത്തായിരുന്നു പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, അപ്രതീക്ഷിതമായൊരു നേരം, ഒരു അസർ നമസ്കാരമോ മറ്റോ കഴിഞ്ഞിട്ട് അവര് വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോകാവുന്ന മാനസികാവസ്ഥയിൽ വന്നിട്ട് അവരുടെ പ്രിയതമമാർ അവർക്ക് വേണ്ടി നോമ്പ് തുറക്കാൻ
കഴിക്കാനുള്ള ഭക്ഷണവും പലഹാരവും ഒരുക്കി കാത്തു നിൽക്കുമ്പോ ഒരുപക്ഷെ ഇനി എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്തേക്ക് താൻ തിരിച്ചെത്തില്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോ 313 ആളുകൾ പൊട്ടിയ വാളും കൊണ്ട് ആകെ 2 കുതിരയും കൊണ്ട് അവരുടെ കുടുംബക്കാർക്കെതിരിൽ, പിതാക്കന്മാർക്കെതിരിൽ, രക്ഷിതാക്കൾക്കെതിരിൽ, സഹായിച്ചവർക്കെതിരിൽ പോരാട്ടത്തിന് പോയത് മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് മൗലൂദ് ഓതാനും മൗലൂദിന്റെ ശേഷമുള്ള ജീരണി കഴിക്കാനുമാണെന്ന് ഈ സമുദായത്തോട് പറഞ്ഞെങ്കിൽ, ഹൃദയമുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, നാളെ പരലോകത്ത് ഈ കാര്യം തിരുത്തിയിട്ടില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റവിചാരണ ചെയ്യാൻ കഴിയില്ല, ഞങ്ങളെ കോളറിന് പിടിക്കാൻ കഴിയില്ല. ചോദിച്ചോട്ടെ, ആ റസൂലുള്ളാഹിന്റെ മുന്നിൽ അൻസാരികളുടെ നേതാവ് അന്ന് കൊടുത്ത ഉത്തരം നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ? അള്ളാഹിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ആരുമില്ലാതെ മക്കയിൽ നിന്ന് ആട്ടിയോടിച്ചു വന്നപ്പോ സഹായിച്ചുവെങ്കിൽ ഇന്നിതാ ഞങ്ങൾ പറയുന്നു റസൂലേ, ഈ കാട് നിങ്ങൾ ഒരു മഹാസമുദ്രം ചൂണ്ടിക്കാണിച്ചിട്ട് ആ സമുദ്രം ചൂണ്ടിക്കാണിച്ചിട്ട് സമുദ്രത്തിലേക്ക് ഇറങ്ങണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ തിരേടിക്കുന്ന തിരമാലകൾ അടിക്കുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ വരെ സന്നദ്ധരായ അൻസാറുകളെ കുറിച്ച് നബിയെ അങ്ങനെ തെറ്റിദ്ധരിക്കായിരുന്നു എന്നുവരെ സ്വഹാബത്ത് ഉത്തരം കൊടുത്തത് നിങ്ങൾക്ക് ജീരണി കഴിക്കാനാണോ? നിങ്ങൾക്ക് കള്ളക്കഥകൾ കുത്തി നിറച്ച മാല പാടാനാണോ? എങ്കിൽ ബദർ പോരാട്ടത്തിന് ചരിത്രത്തിൽ എന്ത് പ്രാധാന്യമുണ്ട്? ബദർ എന്നാൽ പൂർണ്ണചന്ദ്രിക എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. നിങ്ങൾക്കറിയോ, ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ ഒരു പൂർണ്ണചന്ദ്രികയായിരുന്നു. അസ്തിത്വം നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗത്തിന് അല്ലാഹു അവർക്ക് കൊടുത്ത നെറ്റിത്തടം കൊണ്ട് അവനെ മാത്രം ആരാധിക്കാനുള്ള അവകാശം തേടി നടത്തിയ മഹത്തായ സമരം, സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഉജ്ജ്വലമായ പോരാട്ടം, തിന്മകൾക്കെതിരെയുള്ള ശക്തമായ കുതിപ്പ്, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത എല്ലാം നേടിയെടുക്കാൻ, അവർക്ക് നാളെ സ്വർഗം കിട്ടാൻ അവരെ പ്രവാചകന്റെ പിന്നിൽ അണിനിരന്ന മഹത്തായ പോരാട്ടത്തെ ഇത്തിരി പോന്ന വരി കൊണ്ട് അപഹസിച്ചവർക്ക് മാപ്പുണ്ടോ?